and produce him to the court. Let the court decide his destiny. Yes, sir. Yes, sir. Excuse me, sir. Call for you. Hello. I'll be there in a moment. പ്രതി റിമാൻഡ് ചെയ്യാൻ വരട്ടെ. Sir. ഒന്നിലധികം പേർ ചേർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് സർ. ഇതെല്ലാം ബൂട്ട്സ് ഇട്ട് ചവിട്ടിയാന്റെ പാടുകളാണ്. കത്തി പോലുള്ള ഏതോ ആയുധം കൊണ്ട് കീറിയ പാടാണിത്. തീർന്നില്ല സർ. .9 mm 3 ബുള്ളറ്റുകളും ഈ ബോഡിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ മാധവനപ്പോ നമ്മൾ വിട്ടുകളാക്കുകയായിരുന്നു അല്ലേ സാർ? Truth will be revealed. Why the police is here. അവിടെ മാത്രം തല്ലല്ലേ? സ്പോഞ്ച് പോലെയാണ്. സത്യമല്ല തുറന്നു പറഞ്ഞതിനാണോ സാർ ഇങ്ങനെ അടിക്കുന്നത്? അമ്മയാണ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ഞാനൊന്നും ചെയ്യില്ല സാർ. ഒരു നിരപരാധി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കണോ? അന്നേ ദിവസം ഫ്ലാറ്റിലേക്ക് ആരൊക്കെയാ വന്നതെന്ന് ഓർത്ത് പറയാമോ? എപ്പം മുതൽ പറയണം സാർ? അതിരാവിലെ മുതൽ അവിടെ വന്ന് പോയവരാരെന്ന് തുറന്നു പറയണം. രാവിലെ ഒരു പാൽക്കാരൻ, അത് പതിവുള്ളതാ. അതും പറയണോ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പറയാം സാർ. പറയടാ. പാൽക്കാരൻ, പിന്നെ ഡ്രസ് അയൺ ചെയ്യുന്ന നമ്മുടെ കനകം, രവീന്ദ്രൻ ഡോക്ടർ, മാധവൻ, പിന്നെ മുടി എന്നെ പോലെ വളർത്തി ഒരുത്തനും അവന്റെ കൂട്ടുകാരും. നിന്റെ മകന്റെ കൂടെ ചുടലക്കാട് പോലെ മുടിയുള്ള പിള്ളേര് പഠിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. അവനൊരു പാവമാണ്. അത് ഞാൻ തീരുമാനിച്ചോളാം. എവിടെയാ അവൻ പഠിക്കുന്നത്? ക്രസൻ കോളേജ്. ക്രസൻ കോളേജ്. രാഹുലിന്റെ റൂം എവിടെടാ? മോളിലെ സാറേ. ഒരു മിനിറ്റ് സാറേ. ക്ലിപ്പ് മുഴുവൻ കണ്ടില്ലേ? കള്ളൻ. വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊക്കെ ഇത്ര ക്ഷീണം. ബോംബയ്ക്ക് പോവാ സാർ. സത്യം സാർ. അങ്ങനെ ബോംബക്ക് പോകാനൊരു ചാൻസായി. അവൻ രക്ഷപ്പെടാൻ പാടില്ല സർ. നമ്മുടെ എല്ലാ ഫോഴ്സും ഉപയോഗിക്കണം. നിങ്ങളൊക്കെ നോർത്തിലുണ്ടാവണം. സർ. നിങ്ങൾ? സൗത്തിൽ സാർ. യെസ്, ഗുഡ്. ചിലപ്പോൾ അവൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തത് നമ്മളെ കബളിപ്പിക്കാനാവാം. അതിനാൽ എല്ലാ ബസ് സ്റ്റാൻഡിലും വോൾവോയ്ക്കുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളിലും കർശന ചെക്കിംഗ് വേണം. ഉടൻ തന്നെ കോളനിയിലേക്ക് കുറച്ചു പേർ പുറപ്പെടണം. ഓക്കെ, റൈറ്റ്. ക്യുക്ക്. മച്ചാനെ, പോലീസ് നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടാവോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണ് കുറ്റക്കാരൻ. നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടോ? പോലീസ് പിടിച്ച കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അതാ നല്ലത്. നിന്നാവാ ദുരക്ക് വിട്ടു കൊടുത്തട്ടെ ഞങ്ങൾക്കാർക്കും രക്ഷപ്പെടണ്ട. ഒരാളുടെ കണ്ണി കരട് പോയാ കൂട്ടുകാരുടെ കണ്ണെന്ന് അറിയണം. അതാണ് മുത്തേ ഫ്രണ്ട്ഷിപ്പ്. നീനങ്ങട് ചങ്കാടാ. സമയാവാൻ കാത്തിക്കണ്ട. നമുക്ക് ഇപ്പോഴേ സ്കൂട്ടാവാം. ഇപ്പൊ മനോജും വിഷ്ണു പുറത്തു വരും. ടിക്കറ്റ് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം. വാ. വാ. ഈ പിള്ളേര് പ്രശ്നക്കാരാണോ? നമ്മുടെ പണിതോടെ തീരുവോ? നീ ഇത് താണ്ടടാ പോലീസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാ? അതുപോലെ ആയിരിക്കണോടാ നമ്മള്. ആ, അത് സിനിമയല്ലേ? അതില് വില്ലന്മാർ വരും, പോലീസ് വരും, ഡയറക്ടർ വന്ന് കട്ട് പറയും, അതോടെ പ്രശ്നം തീരും. അതുപോലെയാണത്. ഇവിടെ മനുഷ്യന് പേടിയായിട്ടില്ല. നീ ഒരു പുരുഷനല്ലേ? നമ്മുടെ വനിതാ പോലീസിനുണ്ടല്ലോ നിന്നേക്കാളും ചങ്കൂറ്റം. അത് ചങ്കൂറ്റല്ല, പിന്നെ നെഞ്ചൂറ്റാ. പിന്നെ ആകെ ഒരു മനസ്സമാനം ഉള്ളത് മഫ്തിയിലായതുകൊണ്ട് ആര് കണ്ടാലും പോലീസ് ഇട്ടാലും പോലീസാണ് തിരിച്ചറിയില്ല. ഈ ആരെങ്കിലും ATM സെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചോളൂ. വെള്ളം കിട്ടി. എങ്ങോട്ടാ? അതെ, അത്യാവശ്യം ഇട്ടൊന്ന് പോയിട്ടും വരാം. അവന്മാര് വന്നല്ലേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ. ഈ നേരത്താണോ നിന്റെ മുഖ്യമന്ത്രി കസേര വേണോന്ന് ചോദിച്ചാലും രണ്ടിനും മുട്ടുന്ന സമയത്ത് ഞാൻ വേണ്ടെന്നേ പറയൂ. അടങ്ങ്. എല്ലാവരും മിനറൽ വാട്ടറിന് കുറ്റം പറയും, പക്ഷെ ഞാൻ പറയൂല. കള്ളപ്പട്ടി ഇവിടെ ഇരുന്നത്.
അശ്വതി, മനോജ്, റംഷീർ, വിഷ്ണു, രാഹുൽ. ആരാണ് ടോബിയെ കൊന്നത്? ഞാനാണ്. ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞതല്ലേ സാർ? അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ആ കഥയിൽ എന്തൊക്കെയോ കൂട്ടിച്ചേർക്കാനുണ്ട് മാധവ. നിർത്ത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവർക്ക് നോണെങ്കിലേ അടിക്കണം സാർ. ഞാൻ പറയാം. അഞ്ചാറ് പെൺപിള്ളേര് ഇറന്നല്ലേ തല്ലിയത്. അതിനും വേണമെന്നൊരു ഭാഗ്യം. അല്ല പിന്നെ എടാ നിന്നെ ഒരു പേര് വിളിച്ചല്ല, മക്രോണിയാ? മക്രോണി അല്ലടാ, ഇക്രു. അതെന്റെ പെറ്റ് നെയിം ആയിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും അടുപ്പമുള്ളവര് മാത്രം വിളിക്കുന്ന ഒരു പേര്. അതെങ്ങനെ അവൾക്ക് ഫേസ്ബുക്കിലെ വാട്സാപ്പിലെങ്ങാനും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലടാ, അവളോട് തന്നെ ചോദിക്കാം. ഹലോ. ഹലോ ശ്രുതി. ഹേയ്, ഇറ്റ്സ് മീ രാഹുൽ. ഹായ് ഇക്രു. എനിക്ക് മനസ്സിലായി. ഞാൻ ഇക്രുവിന്റെ കോളും കാത്തിരിക്കായിരുന്നു. അല്ല, എങ്ങനെ എന്റെ പെറ്റ് നെയിം? ഇക്രു ടെൻഷൻ അടിക്കാതെ. സസ്പെൻസ് എല്ലാം നമുക്ക് നാളെ പൊളിച്ചെടുക്കാന്നേ. ഇക്രു നാളെ ഫ്രീ ആണെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ ലവ് കോർണറിലേക്ക് വാ. മേ ബി വി ഗോ ഫോർ എ ഡ്രൈവ്. ഓക്കെ, സീ യു. ഓക്കെ, ബൈ. ബൈ. പോലീസിൽ വന്നിട്ട് ഇതുവരെ പോലീസ് യൂണിഫോം ഇടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. എന്നും പൂച്ചയും കരടിയും നായി എന്റെ മുഖം തന്നെ എനിക്ക് മറന്നുപോയി. എടാ നമ്മളെന്തിനാ ഇവിടെ വന്നേ? എന്തിനാ വന്നേ? എടോ കുളിസി. കുളിസയും കാണാനോ? എടോ കുളിസി കാണുന്ന പോലെ പിടിക്കാനല്ലേ നമ്മളിവിടെ വന്ന്. പിടിക്കാനാ? ആ എന്നാ കേറിക്കോ. ഇതോ പിന്നെ ഞാൻ വീട്ടിലെ സ്റ്റെപ്പനെ കയറാൻ പറ്റുന്ന പാടി എനിക്ക് അറിയുള്ളൂ. അതേ ഞാൻ എന്റെ കുഴപ്പം. അപ്പൊ തിമ്പോൾ കയറണല്ലേ? ആ കേറണോ? എന്നാ ഒന്ന് മൂത്രം വെച്ചിട്ട് കയറാം. ആ അതാ നല്ലത്. അങ്ങനെയെങ്കിലും ഒരു എക്സസൈസ് ഉണ്ടായിക്കോട്ടെ. ഇതെന്ത് മുടിയാ? അയ്യേ. ഇതല്ലേടോ അത്. ഏത്? ഇതെന്താ കരിങ്കോരങ്ങ്? ആള് കുഴപ്പമില്ലല്ലോ. പതുക്കെ. ഞാൻ ഇപ്പുറത്ത് കൂടി പോയിട്ട് കാലിന്റെ ഭാഗം പിടിക്കാം. അവിടുന്ന് തുടങ്ങാം. ഞാൻ ചെന്നിട്ട് പുറകിന്ന് ഒരൊറ്റ പിടുത്തോ. ഡാർക്ക് സീനാട്ട കടാപ്പുറത്തേക്ക് പാട ഓടിക്കോ. ഇറങ്ങാൻ പറ്റാത്ത കീറിയിരിക്കും. ചേട്ടൻ എന്താണ് പറഞ്ഞ മനസ്സിലാവും. അതിന് ആരാണ്? പോലീസ്. പോലീസാ? അത് വള്ളി പോയി പറഞ്ഞാ മതി. ഇവൻ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കണ്ട. നമുക്ക് സ്റ്റേഷൻ പോയി വിശ്വസിപ്പിക്കാം.